ലൂക്കോസ് 12:21 ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നുവല്ലോ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെയും, യേശു ഇത് പറയുവാനുണ്ടായ സാഹചര്യം ഞാനുമായി അവകാശം ഭാഗം ചെയ്യേണ്ടതിന് എന്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് ഒരു മനുഷ്യൻ യേശുവിനോട് വന്ന് പറയുന്നതാകുന്നു എന്ന് ഇതിന്റെ 13-ാം വാക്യത്തിൽ കാണുന്നു. അതിനുള്ള മറുപടിയായി തുടർന്നുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞത്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധിയുണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്നും, അതിന് ഒരു ഉപമ പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയുമെല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കും നമ്മുടെ തലമുറകൾക്കും അവരുടെ തലമുറകൾക്കും വേണ്ടുവോളം സമ്പത്ത് നമുക്കുണ്ടെങ്കിലും അത് അനുഭവിക്കുവാൻ കഴിയാതെ ഈ ദിനത്തിൽ നാം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടാൽ അവയെക്കൊണ്ട് നമുക്ക് എന്തു പ്രയോജനമാണ് ഉള്ളത്? അതുകൊണ്ട് ദൈവവിഷയമായി സമ്പന്നരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതാകുന്നു നമുക്ക് നിലനിൽക്കുന്ന അനുഗ്രഹം. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞ് കർത്താവിനെ പൂർണ്ണമായി സ്നേഹിച്ചും അനുസരിച്ചും നമുക്ക് ജീവിക്കാം. ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.